നമസ്കാരം. പണ്ടുകാലങ്ങളിൽ നമ്മൾ വേസ്റ്റ് എന്ന് തള്ളിക്കളഞ്ഞ ഒരു സാധനത്തിന് ഇത്രയും ഡിമാൻഡോ? ചിരട്ടയാണ് ഇന്നത്തെ താരം. ഇന്ന് ചിരട്ടയ്ക്ക് പൊന്നിൻ്റെ വിലയാണ്. ഇത് 100% ശരിയല്ലേ? നമ്മൾ കൊള്ളില്ല എന്ന് പറഞ്ഞ് പുരയിടങ്ങളിൽ ചിരട്ടയെ വലിച്ചെറിഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. അവിടെ കിടന്ന് മഴവെള്ളമേറ്റ് കൊതുക് മുട്ടയിട്ട വിരിഞ്ഞ കാലം ഓർമ്മയുണ്ടോ? എന്നാൽ ഇന്നോ ചിരട്ടയ്ക്ക് വൻ ഡിമാൻഡ് ആയിരിക്കുകയാണ്. നമ്മുടെ വീടുകളിൽ പൊട്ടിക്കുന്ന തേങ്ങയുടെ ചിരട്ട അടുപ്പിലിട്ട് കത്തിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ LPG ഗ്യാസ് എത്തുകയും ആർക്കും കരിപുരളാൻ നേരവും ഇല്ലാതായിരിക്കുന്നു. അന്നും ചിരട്ടയ്ക്ക് വില ഇല്ലെങ്കിലും വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. അന്ന് വിറകിനൊപ്പം കറുത്ത പൊന്നായി ചിരട്ട കൂടെയുണ്ടായിരുന്നു. ഇതൊരു ആക്ടിവേറ്റഡ് കാർബന്റെ പ്രധാന സ്രോതസ്സാണ്. പ്ലാസ്റ്റിക് നിരോധനവും പാരിസ്ഥിതിക ബോധവും ശക്തമായതോടെ വിദേശ രാജ്യങ്ങളിൽ ചിരട്ട ഉൽപ്പന്നങ്ങൾക്ക് സ്വർണത്തേക്കാൾ വേഗതയിലാണ് വിപണി വളരുന്നത്. സ്വർണം ഗ്രാം അളവിലാണ് വിൽക്കുന്നതെങ്കിൽ ചിരട്ട ടൺ കണക്കിനാണ് വിറ്റഴിക്കപ്പെടുന്നത്. അതിനാൽ ഒരു ചിരട്ട കയ്യിലിരുന്നാൽ സ്വർണം പോലെ വൻതുക കയ്യിൽ കിട്ടില്ല. എന്നാൽ സ്ഥിരമായി ചിരട്ട ശേഖരിച്ച് വിൽക്കുന്നവർക്ക് ഇതൊരു മികച്ച വരുമാന മാർഗമാണ്. ഈ തക്കം നോക്കിയാണ് കച്ചവടക്കാർ കുറഞ്ഞ വിലയ്ക്ക് വീടുകളിൽ നിന്നും ചിരട്ട ശേഖരിക്കുന്നത്. വീടുകളിൽ നിന്ന് ചിരട്ട 10 രൂപ മുതൽ 20 രൂപ വരെ നൽകി ചില്ലറ കച്ചവടക്കാർ ചിരട്ടകൾ ശേഖരിക്കുന്നു. എന്നാൽ അവർ അത് മറിച്ച് മൊത്തക്കച്ചവടക്കാർക്ക് കൊടുക്കുമ്പോൾ കിലോയ്ക്ക് 45 രൂപ വരെ കിട്ടുന്നു. ചില വീടുകളിൽ നിന്നും ഇത്തരക്കാർ 5 രൂപയ്ക്കും ചിരട്ടകൾ എടുക്കാറുണ്ട്. ഇത് ഒന്നും അറിഞ്ഞുകൂടാത്ത പാവങ്ങളിൽ നിന്നുമാണ് ഇത്തരത്തിൽ ചിരട്ട തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ചിരട്ട കച്ചവടം ഒരിക്കലും നഷ്ടം വരുന്ന വ്യാപാരമല്ല. അവ നനഞ്ഞു പോകാതെ ചാക്കിൽ കെട്ടി സൂക്ഷിച്ചാൽ പൊന്നും വിലയ്ക്ക് നമുക്ക് ചിരട്ട വിൽക്കാം.